കളങ്കാവൽ ഒരു സർപ്രൈസ് എന്നാൽ ഒരു എക്സ്ട്രാ ഓർഡിനറി വിജയം നേടിയ മലയാള സിനിമ. കാരണം ആരും ഇത്രയും ഈ സിനിമ വിജയം നേടുമെന്നും ഒരുപക്ഷെ മമ്മൂട്ടി കമ്പനി പോലും പ്രതീക്ഷിച്ചില്ലെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. എന്നാലും കളങ്കാവൽ ഇപ്പം ചർച്ച ചെയ്ത് കളങ്കാവൽ ഇറങ്ങിയപ്പം അതിൻ്റെ തമിഴും തെലുങ്കും ഹിന്ദി റിവ്യൂസ് എല്ലാം അതിഗംഭീര റിവ്യൂസ് ആയിരുന്നു. അവർക്കൊക്കെ ഈ നടൻ ഇങ്ങനൊരു നായക നടൻ, അവരെല്ലാം പറഞ്ഞ ഒരു പ്രധാന പോയിന്റ്, ഈ നായക നടൻ ഇത്രയും വില്ലനിസോ ഇത്രയും പ്രത്യേകതരം കഥാപാത്രങ്ങൾ ചെയ്യുന്നത് അവരെ വിസ്മയിപ്പിക്കുന്നു. പ്രമേയമാണെങ്കിലും പുഴുവാണെങ്കിലും ഇങ്ങനെയുള്ള സിനിമകൾ, നൻപോൽ നേരത്ത് മയക്കമാണെങ്കിലും റോഷാക്കാണെങ്കിലും എല്ലാം അസാധാരണമായ ഇങ്ങനെയുള്ള കഥാപാത്രങ്ങൾ, പ്രത്യേകിച്ച് നെഗറ്റീവ് ഷെയ്ഡുള്ള കഥാപാത്രങ്ങൾ, ആരും ചെയ്യാത്ത കഥാപാത്രങ്ങൾ പറയുന്നു. ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് എന്തായാലും എല്ലാ സിനിമാ ലോകത്തിലെയും പ്രഗത്ഭരെല്ലാം ഈ മമ്മൂട്ടിയുടെ സിനിമകൾ നന്നായിട്ട് വിലയിരുത്തുകയും അവർ വളരെ കാര്യമായിട്ട് പല ചർച്ചകളിലും പറയുന്നത് നമ്മൾ കേട്ടിട്ടുണ്ട്. കളങ്കാവലിനെ കുറിച്ച് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് പറഞ്ഞേക്കുന്നത് പാർത്ഥിവനാണ്. അദ്ദേഹം പറഞ്ഞേക്കുന്നത് മമ്മൂട്ടി എന്ന് പറഞ്ഞ നടന് മാത്രം ചെയ്യാൻ പറ്റുന്ന ഒരു ക്യാരക്ടർ, പ്രത്യേകിച്ച് മില്ലിനസും ഒക്കെ എന്ത് ഗംഭീരമായിട്ടാണ് ചെയ്തേക്കുന്നത്. ഇങ്ങനൊരു സിനിമ നിർമ്മിച്ച മമ്മൂട്ടി കമ്പനിക്കും അതിൻ്റെ ടെക്നിക്കൽ ക്രൂവിനും അത് സംവിധാനം ചെയ്ത ജിതിനുമൊക്കെ അഭിനന്ദനം അറിയിച്ചുകൊണ്ടാണ് പാർത്ഥിവൻ പറഞ്ഞത്. പാർത്ഥിവൻ എന്നാൽ ഒന്നാന്തരം ആർട്ടിസ്റ്റാണ്, ഒന്നാന്തരം നടനാണ്. എന്തായാലും ഇതാണ് മമ്മൂട്ടിയുടെ ഏറ്റവും വലിയ പ്രത്യേകത. അതായത് ബാക്കിയുള്ള ഇതര ഭാഷകളിലുള്ള പോയി പടം ചെയ്യാതെ തന്നെ നമ്മുടെ മലയാള സിനിമയെ നമുക്ക് ഇന്ത്യൻ ഭാഷകളിലേക്ക് ബാക്കിയുള്ളവരെ കൊണ്ട് നല്ലത് പറയിപ്പിക്കുക എന്ന് പറയുന്നത് വലിയൊരു സംഭവമാണ്. ഒരുപക്ഷെ കൊമേഴ്ഷ്യലായിട്ടുള്ള പല സിനിമകളും ചിലപ്പോൾ ഇത്രയും ചർച്ച ചെയ്യത്തില്ലായിരിക്കും. മമ്മൂട്ടിയുടെ ചിത്രങ്ങളെല്ലാം ഭയങ്കരമായിട്ട് ചർച്ച ചെയ്യുന്നുള്ളത് മമ്മൂട്ടിയുടെ ഒരു വലിയ വിജയം തന്നെയാണ്.